ഇന്നത്തെ അഞ്ചാം T20യിൽ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യ 4-1 പരമ്പര നേടി. ഇന്നത്തോടുകൂടി സിംബാബ്വെ സീരീസ് അവസാനിച്ചു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് ശുഭ്മാൻ ഗില്ല് ട്രോഫി ഏറ്റുവാങ്ങിയിരുന്നു. ശേഷം ഗില്ല് ട്രോഫി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശുഭ്മാൻ ഗില്ലിനെയാണ് സിംബാബ്വെ സീരീസിൽ BCCI ക്യാപ്റ്റനാക്കിയത്. പക്ഷേ ഗില്ലിനേക്കാൾ മികച്ച ക്യാപ്റ്റൻ സഞ്ജു തന്നെയായിരുന്നു. സഞ്ജു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു. ഇന്നത്തെ മാച്ചിൽ 58 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഗില്ലും ജയ്സ്വാളും പെട്ടെന്ന് ഔട്ടായപ്പോൾ ഇന്ത്യൻ ടീമിനെ താങ്ങി നിർത്തിയത് സഞ്ജുവാണ്. സഞ്ജു ഇന്ന് 110 മീറ്റർ 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും സീനിയർ താരമെന്ന രീതിയിൽ സഞ്ജു ആയിരിക്കണം സിംബാബ്വെ സീരീസിൽ ക്യാപ്റ്റനാവേണ്ടത്. എന്നാൽ BCCIക്ക് സഞ്ജുവിനെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത്. ഇന്ന് ഗില്ല് ട്രോഫി ഏറ്റുവാങ്ങി. ആ ട്രോഫി കൊണ്ടുവന്നു കൊടുത്തത് യുവതാരങ്ങൾക്കാണ്. അതുപോലെ തന്നെ ട്രോഫി ഏറ്റുവാങ്ങുമ്പോൾ സഞ്ജുവിനോടും ഒപ്പം വാങ്ങാൻ ഗില്ല് ആവശ്യപ്പെട്ടു. കാരണം സഞ്ജു വൈസ് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന്റെ അതേ ചുമതല സഞ്ജുവും ഈ സീരീസിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനോട് ട്രോഫി ഏറ്റുവാങ്ങാൻ ഗില്ല് പറഞ്ഞത്. ഈ സീരീസിൽ അധികം അവസരം കിട്ടാത്ത സായ് സുദർശൻ, റിയാൻ പരാഗ് ഇവർക്ക് ട്രോഫി ഗില്ല് കൊടുത്തു. എന്തായാലും ഇന്ത്യ സിംബാബ്വെ സീരീസ് നേടിയിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ അടുത്ത പരമ്പര അത് ശ്രീലങ്കയുമായിട്ടാണ്. സിംബാബ്വെ സീരീസ് ശരിക്കും മുതലാക്കിയത് ഗില്ലാണ്. ഗില്ല് ഓപ്പണിംഗിൽ എല്ലാ മാച്ചിലും കളിച്ചു. അഭിഷേക് ശർമ്മയെ പോലും ഓപ്പണിംഗിൽ നിന്ന് ഗില്ല് മാറ്റി. സെൽഫിഷ് കളിയാണ് ഗില്ല് കാഴ്ചവെച്ചത്. സഞ്ജുവിനാണെങ്കിൽ അവസാനത്തെ ഒരു T20യിൽ മാത്രമാണ് അവസരം കിട്ടിയത്. സഞ്ജു കിട്ടിയ അവസരം ശരിക്ക് മുതലാക്കി. എന്തായാലും സെലക്ടർമാർക്കിടയിൽ സഞ്ജുവിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. സഞ്ജു ശ്രീലങ്കൻ പരമ്പരയിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ശ്രീലങ്കൻ ഏകദിന T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.